ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം ആസന്നമായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചാനൽ 14 ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ആക്രമിക്കും. ആ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം ആയിരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ ചാനൽ 14 ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ ധാരാളം എയർബേസുകളുണ്ട്. പക്ഷെ ഈ എയർബേസുകളൊന്നും ഉപയോഗിക്കാതെ വളരെ ദൂരെയുള്ള ഡീഗോ ഗാർഷിയിൽ വെച്ചാണ് ഈ ആക്രമണം നടത്താനുള്ള സാധ്യത എന്നാണ് വിദഗ്ധരായ ആളുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അത്തരം ഒരുക്കങ്ങളാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ് ഖത്തറിലെ ഉദൈദ് എന്നറിയപ്പെടുന്നത്. ഈ എയർബേസിൽ ഈ B2 എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ബോംബറുകൾ ഉണ്ട്. പക്ഷെ ഖത്തറിൽ നിന്ന് ആക്രമിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അമേരിക്ക ഉദയത്തിൽ നിന്ന് ആക്രമണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഇറാൻ അത് നിരീക്ഷിക്കാൻ സാധിക്കും. ഉടനെ തന്നെ അത്തരം ഒരു ശ്രമം നടക്കുന്നതായി കാണുമ്പോൾ മുൻകൂർ ആക്രമണം നടത്തി ആ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ കഴിയും. ഉദൈദ് എന്നറിയപ്പെടുന്ന ഖത്തറിലെ അമേരിക്കയുടെ എയർബേസ് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇപ്പോൾ അമേരിക്ക തയ്യാറാകുന്നത് ഡീഗോ ഗാർഷിയിലാണ്. അത് ഏകദേശം 4000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ സാധാരണ മിസൈലുകൾക്ക് അതിനെ ലക്ഷ്യമിടാൻ കഴിയുകയില്ല. ഇനി ലക്ഷ്യമിടുകയാണെങ്കിൽ തന്നെ അതിന് ദീർഘസമയം ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എടുക്കും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ മിസൈലുകളെ പരാജയപ്പെടുത്താൻ ഒരുപക്ഷെ അമേരിക്കക്ക് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്കയുടെ പദ്ധതിയും ആക്രമണ തന്ത്രവും വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡീഗോ ഗാർഷിയിൽ വെച്ചുകൊണ്ട് B2 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബറുകൾ ബങ്കർ ബസ്റ്റർ മിസൈലുകളുമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഉയരും. ഡീഗോ ഗാർഷിയുടെ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് തന്നെ യുദ്ധവിമാനങ്ങൾ വളരെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുകയും ഇറാന്റെ ലക്ഷ്യത്തിലേക്ക് അതിന് എത്താൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ ഇറാന്റെ മേഖലകളെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുകയും ഒരുപക്ഷെ അത് വിജയിക്കുകയും ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറുകളെ തകർക്കാൻ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പവർ, അതുപോലെ തന്നെ S-400 അടക്കമുള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഈ സ്റ്റെൽത്ത് ബോംബറുകളെ ഇറാന് തകർക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഇറാന്റെ ചരിത്രത്തിലെ വിജയമായി കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ലോകത്തെമ്പാടും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു നീക്കങ്ങളിലേക്ക് അമേരിക്ക പോകരുത് എന്നാണ് ഇപ്പോൾ പുടിൻ അമേരിക്കക്ക് വാണിംഗ് നൽകിയിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ എല്ലാ മുന്നറിയിപ്പുകളെയും അതുപോലെ തന്നെ എല്ലാ കരാർ വാഗ്ദാനങ്ങളെയെല്ലാം ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല. അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് പോലും ഇറാൻ തയ്യാറല്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആ കാര്യം നേരിട്ട് തന്നെ ഇറാൻ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അമേരിക്ക ശക്തമായ ആക്രമണത്തിന് തന്നെയായിരിക്കും നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അമേരിക്കക്ക് സാധിക്കുന്നില്ല എങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ അമേരിക്കയുടെ ദൗർബല്യവും അത് പ്രകടമാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അഭിമാനം സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇത് ഒരു അനിവാര്യമായ കാര്യമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഹൂത്തികൾക്കെതിരെ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും പരാജയമാണ്. അവരുടെ സ്റ്റോറേജ് തകർത്തു എന്ന് പറഞ്ഞെങ്കിലും ഒരു സ്റ്റോറേജും തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഹൂത്തികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഹൂത്തികൾ ആയുധം സുരക്ഷിതമായി വെച്ചിരിക്കുന്ന വലിയ മലകൾക്കുള്ളിലുള്ള ഭൂഗർഭ അറകളാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതിന്റെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ ഹൂത്തികളുടെ ഈ തുരങ്കങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഭൂഗർഭ അറകൾ നിലനിൽക്കുന്നത് വലിയ പർവ്വതങ്ങൾക്ക് താഴെയാണ്. ഈ പർവ്വതങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പാറകളാണ്. ഈ പാറകളെ കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് ആവുകയില്ല. GBU-57 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ മിസൈൽ 70 മീറ്ററിന് താഴെ മാത്രമാണ് തുളച്ചു കയറുക. അതേസമയം ഈ 70 മീറ്റർ പോകുന്നത് തന്നെ സാധാരണ
ഭൂമിയിലാണ്. അതേസമയം പാറകളിലാകുമ്പോൾ ഇത്രയും തുളച്ചു കയറാൻ കഴിയില്ല. കോൺക്രീറ്റ് ആണെങ്കിൽ ഏകദേശം 7 മീറ്റർ ഇങ്ങനെയൊക്കെയാണ് ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ തുളച്ചു കയറുക. എന്നാൽ പാറകളിൽ അത്രയും ശക്തമായി തുളച്ചു കയറാൻ ബങ്കർ ബസ്റ്ററുകൾക്ക് സാധിക്കുകയില്ല. ഇത് തന്നെയാണ് ഹൂത്തികൾക്ക് ഇത്രമാത്രം വലിയ ധൈര്യം ലഭിക്കുന്നത്. അമേരിക്കക്ക് ഈ തുരങ്കങ്ങൾ തകർക്കാൻ കഴിയില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, അമേരിക്ക പലപ്പോഴും ഈ തുരങ്കങ്ങളുടെയൊക്കെ മുഖങ്ങളാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മുഖങ്ങൾ ആക്രമിച്ചതിന്റെ പേരിൽ ഈ ഹൂത്തികളുടെ ആയുധങ്ങൾക്കോ മറ്റോ ഒന്നും സംഭവിക്കുന്നില്ല. അതെല്ലാം സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഹൂത്തികൾ നിലനിൽക്കാനുള്ള കാരണം. എന്നാൽ ഹൂത്തികൾ ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളും വരാൻ പോകുന്നു. ചില കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താത്ത അത്ഭുതകരമായ ചില ആയുധങ്ങൾ പുറത്തെടുക്കാനുണ്ട്. അത് പുറത്തെടുക്കുന്ന സാഹചര്യങ്ങൾ കാത്തിരിക്കുന്നു, വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ അവർ സൂചിപ്പിക്കുന്നു. എന്തായിരിക്കും അത്തരം ആയുധങ്ങൾ എന്നത് വ്യക്തമല്ല. എന്തായാലും ഹൂത്തികൾ നിലവിൽ അമേരിക്കക്ക് മുന്നിൽ വലിയ തലവേദനയാണ്. പക്ഷെ ഈ ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, ആ ആക്രമണങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ ഇറാനെ കൂടെ തകർക്കേണ്ടതുണ്ട് എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം. പക്ഷേ ഇതൊരു വലിയ കടമ്പയായി അമേരിക്കക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിച്ച് പോവുകയാണ്. സുരക്ഷിതമായ വഴി എന്ന നിലയിൽ പല രൂപത്തിലുള്ള ഭീഷണികളും ഇറാന് മുന്നിൽ വെച്ചെങ്കിലും അതിനൊന്നും വഴങ്ങാൻ ഇറാൻ തയ്യാറായില്ല. കാരണം ആണവായുധം നിർമ്മിക്കുക എന്നതൊക്കെ ഏതാനും ചില ആളുകളുടെ കുത്തക മാത്രമാകുന്നു. ഇസ്രയേലിന് പോലും ആണവായുധം സുരക്ഷിതമായി സൂക്ഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാന് സൂക്ഷിച്ചുകൂടാ? ഇസ്രയേൽ ലോകത്ത് നടത്തിയ അത്രമാത്രം ക്രൂരതകൾ നടത്തിയ ഒരു രാഷ്ട്രമല്ലല്ലോ ഇറാൻ. പിന്നെ എന്തുകൊണ്ട് ഇറാന് ആണവായുധം നിർമ്മിക്കുമ്പോൾ അത് ഭീഷണിയാകുന്നു എന്ന രൂപത്തിലുള്ള സ്വരങ്ങളും ഇറാന്റെ ഭാഗത്ത് വരുന്നു. എന്നാൽ ഇറാൻ നിലവിൽ പറയുന്ന കാര്യം, ഈ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുക തന്നെ ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അത് പാടില്ല, ആണവായുധ നിർമ്മാണം പാടില്ല എന്ന ഫത്വയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇറാൻ നീങ്ങിയിട്ടില്ല. പക്ഷേ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ആണവായുധം നിർമ്മിക്കുമെന്ന് തന്നെ കൃത്യമായി ഇന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു.